അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നെൻ്റെ നാട്ടിലുള്ള കേട്ടോ 130-ലധികം സിനിമയിൽ അഭിനയിച്ച ഒരു അഭിനേതാവിൻ്റെ കയ്യിൽ നിന്നൊരു ചായ കുടിക്കാൻ പോവാണ്. എല്ലാവർക്കും കുടിക്കുക. എൻ്റെ നാട്ടിൽ കാരാകുറിശി അയ്യപ്പൻകാവ് എന്ന് പറയുന്ന ഈ നിൽക്കുന്ന ഒരു ഷോപ്പിൽ വന്ന് എല്ലാവർക്കും ചായ കുടിക്കട്ടെ. അപ്പോൾ പാലക്കാട് കോങ്ങാട് സ്റ്റേറ്റ് ഹൈവേ വരുന്ന ടിപ്പു സുൽത്താൻ റോഡിലാണ് ഈ ഒരു ഷോപ്പുള്ളത്. അപ്പോൾ എന്തായാലും സിനിമാ നടൻ്റെ കൈ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. വാ. അപ്പോൾ ഇതാ സിനിമാ നടൻ്റെ കൈ കൊണ്ട് ചായ കുടിക്കട്ടോ. നമ്മളെ സ്വന്തം നാട്ടിലെ സിനിമാ നടൻ ഇതേ മൂപ്പിനെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി ചായ, നല്ല ഈവനിങ് ഉള്ളിവടയും. ഇരിക്കും കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ നിങ്ങളോട്. സുബ്രഹ്മണ്യേട്ടാ, നിങ്ങൾ ഈ മലയാള സിനിമാ മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണെങ്കിലും എത്ര കാലമായി ഇപ്പോൾ തുടങ്ങിയിട്ട്? 16 വർഷമായി. 16 വർഷമായി. ഫസ്റ്റ് ഏത് സിനിമയിലാണ് പോയത്? ഫസ്റ്റ് സിനിമ മാടമ്പി, മോഹൻലാലിന്റെ മാടമ്പി. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു വഴി എങ്ങനെ ഉണ്ടായത്? അത് ഒറ്റപ്പാലം വരിക്ക സിനിമയ്ക്ക് പോയതാണ്. ഷൂട്ടിംഗ് കാണാൻ പോയതാ? ഷൂട്ടിംഗ് കാണാൻ പോയതാണ്. ലാലേട്ടനെ കാണാൻ പോയത്? ലാലേട്ടനെ കാണാൻ പോയതാണ്. അവിടുന്ന് ഒരു ക്രൗഡ് സീൻ കിട്ടി. അതില് ക്രൗഡിൽ നിന്നു അവിചാരമായി കിട്ടി. ഒരു മിന്നാട്ടങ്ങൾ. റഹീമിനെ എങ്ങനെ മൂപ്പരെ കിട്ടി? ഞങ്ങള് എപ്പോഴും ഇങ്ങോട്ട് ചായ കുടിക്കാൻ വേണ്ടി വരും. അപ്പൊ മൂപ്പര് അവിടെ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരത്ത് പറഞ്ഞു, മൂപ്പര് വെച്ച് നമുക്കൊരു വീഡിയോ എടുക്കണം. കാരണം എന്റെ നാട്ടില് 130-ലധികം സിനിമയില് പറഞ്ഞ വലിയ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞ 10 സിനിമ, 15 സിനിമ, 30 സിനിമ, അതൊക്കെ ഓക്കെ. ഇത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യേട്ടന് ജീവനാണ്. അതായത് അത്ര ഇഷ്ടമാണ്. എവിടെ സിനിമ ഉണ്ടോ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഈ പണിയൊക്കെ നിർത്തിയിട്ട് സുബ്രഹ്മണ്യേട്ടൻ അവിടെ പോകും. അപ്പൊ എനിക്ക് പലപ്പോഴായിട്ട് ഒരു 3-4 വർഷമായിട്ട് സുബ്രഹ്മണ്യേട്ടനെ അറിയിക്കാം. അപ്പൊ വീഡിയോ എടുക്കുന്നതിന്റെ മനസ്സിലും കണ്ട് അതിൽ ഔചാരികമായിട്ട് ഒരു ഞായറാഴ്ച അങ്ങനെ ചായ പിടിക്കാൻ വേണ്ടി ഞാൻ ആ വീഡിയോയിൽ കുളിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ വന്നപ്പോ മൂപ്പരെ കണ്ടപ്പോ അങ്ങോട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാണ്ട് വീഡിയോ എടുത്തു. ആ വീഡിയോ അങ്ങോട്ട് ഒരുപാട് വീട്ടിലേക്ക് വന്നു. പുറത്തുനിന്ന് ഒരുപാട് കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തുനിന്നൊക്കെ വന്നു. പിന്നെ കുറെ കാണുന്നുണ്ട്. എന്റെ മൊബൈൽ കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ മാടമ്പി ഫിലിം ഷൂട്ട് കാണാൻ പോയതാണ് മരക്കാശ്ശേരി മലയ്ക്ക്. അങ്ങനെ അവിടുത്തെ ഒരു ക്രൗഡ് സീൻ ആള് വേണമെന്ന് പറഞ്ഞു. അഭിനയിച്ചു. അതിന്റെ ശേഷം വേറെ ഒരുപാട് പടങ്ങളൊക്കെ അഭിനയിച്ചു. ബോഡിഗാർഡ്, ദിലീപിന്റെ ബോഡിഗാർഡ് അഭിനയിച്ചു. പിന്നെ മാമാങ്കം, മമ്മൂക്കന്റെ. അങ്ങനെ പേരെടുത്ത് പറഞ്ഞു ചോദിച്ചാൽ ഓർമ്മയില്ലാത്തത്ര പടങ്ങൾ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കന്റെ ഫയർമാനില് ചെയ്തിട്ടുണ്ട്. ദുൽഖറിന്റെ ഉസ്താദ് ഹോട്ടല്. റീസെന്റ് ഏറ്റവും അടുത്ത് ഏത് പടത്തിൽ അഭിനയിച്ചേ? ഇപ്പഴാ? ഇപ്പൊ സമീപകാലത്ത് കിഷ്കിന്ദ കാലം, ആസിഫ് അലി. ക്രൗഡ് സീനാണ്. മിന്നാട്ടങ്ങളെ കാണുള്ളൂ. കണ്ടാകൊണ്ടില്ലെങ്കിൽ ചിലപ്പോ കാണും, ചിലപ്പോ കാണില്ല. മിന്നാട്ടങ്ങൾ ലാസ്റ്റ് ഇറങ്ങിയ പൃഥ്വിരാജിന്റെ ഗുരുവായൂരമ്പലം നടയിലുണ്ട് അല്ലേ? ആ ഗുരുവായൂരമ്പലയിൽ ഒരു മിന്നാട്ടങ്ങളുണ്ട്. ആടുജീവിതത്തിലുണ്ടെന്ന് പറഞ്ഞു. ആടുജീവിതം റെയിൽവേ സ്റ്റേഷനില്. അയ്യപ്പൻ കോശിയിൽ അഭിനയിച്ചില്ലേ? അയ്യപ്പൻ കോശി പിന്നെ നമ്മളെ അട്ടപ്പാടി കൗണ്ടിക്കൽ പറയും. അല്ല, ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ. എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു സംഭവമായിരിക്കും ഇനി ഇത്. എന്താ വെച്ചാല്, നിങ്ങൾ ഈ ഒരു മേഖലയ്ക്ക് നിങ്ങളെ കാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ക്ഷണിക്കുന്ന അഭിനയിക്കാൻ ഇങ്ങനെ സീനുണ്ട്, ഒരു ക്രൗഡ് സീനുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് ആരാണ്? സിനിമന്റെ മേഖലയിൽ നിന്ന് ആരാ പറയാ? അത് ഞങ്ങൾക്ക് ഒറ്റപ്പാലത്തും പാലക്കാടൊക്കെ കോർഡിനേറ്റർമാരുണ്ട്. ഓരോ മേഖലയ്ക്ക് ഓരോ കോർഡിനേറ്റേഴ്സ് അവരാണ് വിളിക്കുക. ഒരുപാട് കോർഡിനേറ്റർമാരുണ്ട്. അപ്പോ ഒരു പേര് ഒരാളെ വിട്ടു പറഞ്ഞ പിന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. ഒരുപാട് പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരാളെ വിട്ടു നമുക്കൊരു പ്രശ്നമാണ്. ഇനി വേറെ സംഭവം ചോദിക്കാൻ പറ്റുമെന്നല്ല എനിക്കറിയില്ല. ഒരു സിനിമയിൽ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്രൗഡ് സീനിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? അത് കിട്ടുന്നുണ്ട്. ഒരു സംഖ്യ കിട്ടുന്നുണ്ട്. അതിൽ നമ്മള് തൃപ്തിയാണ്, സന്തോഷമാണ്. ഇപ്പൊ പൈസ കുറഞ്ഞു അല്ലെങ്കിൽ ഒരു പടം സൂപ്പർ, ഇപ്പൊ ആടുജീവിതത്തിലുണ്ടെന്ന് പറഞ്ഞത്. ആടുജീവിതം എന്ന് പറഞ്ഞാൽ കോടാനകോടി പൈസ വാരിയ സിനിമയാണ്. അത് വിചാരിച്ച് ഈ ക്രൗഡ് സീനിൽ അഭിനയിച്ചവർക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും ചിലപ്പോൾ അതിന്റെ ലാഭവിഹിതം ഒന്നും കിട്ടിക്കോളുന്നില്ല. നമ്മളാ ഒരു ഷൂട്ട് കഴിഞ്ഞാൽ പോരും. അതിലൊന്നും സങ്കടമില്ല. നമ്മളെ സംതൃപ്തിയിൽ പോരും. വേറെ വിഷയമുണ്ട്. സംഭവം നമ്മുടെ ഒരു ക്രൗഡ് സീനിൽ അഭിനയിക്കുന്നുള്ളെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ കൂടി നിങ്ങളടക്കമുള്ള ആളുകളുടെ ഒരു അധ്വാനം അല്ലെങ്കിൽ ഒരു വേർപ്പാണ് ഒരു സിനിമ എന്ന് പറയുന്നത് അല്ലേ? ക്രൗഡ് സീൻ ആരും അഭിനയിക്കാൻ കിട്ടിയില്ലെങ്കിൽ അവിടെ ക്രൗഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ ഏതെങ്കിലും ഭാവിയിൽ അഭിനയിക്കാൻ ഏതെങ്കിലും സിനിമകളുണ്ടോ? വന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഉണ്ടോ? ചാൻസ് ഇല്ല. അപ്പൊ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും അട്ടപ്പാതിരക്കം പോകാൻ റെഡിയാണ്? ഒരു ടൈമുണ്ട്. അപ്പൊ നമ്മള് ദൂരം നോക്കും. അപ്പൊ ചിലപ്പോ രാവിലെ 7 മണിക്ക് എത്തണം പറയും. കൊല്ലംകോട് 7 മണിക്ക് എത്തണം പറയും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഹാൾട്ട് ചെയ്യും. രാവിലത്തെ ഫസ്റ്റ് വണ്ടിക്ക് പോകും. എറണാകുളം പോയിട്ടുണ്ട്. ആടുജീവിതത്തിൽ നിങ്ങളെ ഒരു സീൻ ഉണ്ടല്ലോ അല്ലേ, ഈ പഴംപൊരി കൊടുക്കണേ? അതെവിടെയാണ് ഷൂട്ട്? അത് പാലക്കാടാണ്. പാലക്കാട് കൊല്ലംകോട്.
ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ, സംവിധായകരെയും അല്ലെങ്കിൽ നിർമ്മാതാക്കളെയൊക്കെ നേരിട്ട് പരിചയമുണ്ടോ? അത് പരിചയപ്പെടാൻ ചാൻസ് എന്തെങ്കിലും കിട്ടുമോ? നേരിട്ട് കണ്ടിട്ടുണ്ട്, പരിചയപ്പെടാനുള്ള ചാൻസ് വന്നിട്ടില്ല, അടുത്ത് പോയിട്ടില്ല. ജസ്റ്റ് ഒരു ഫോട്ടോ കൊടുക്കാൻ പറ്റിയെങ്കിലായി. നമ്മൾക്ക് പേടിക്കാരും പോയിട്ടില്ല. ഇനി ഒരു ക്യാരക്ടർ റോള് നിങ്ങൾ തേടി വന്നാൽ ചെയ്യാൻ തയ്യാറുണ്ടോ? ക്യാരക്ടർ റോള് പറഞ്ഞാൽ അങ്ങനെ ചാൻസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഡയലോഗ് പറയാൻ ചെറിയ ഡയലോഗ്, ഒരു സീരിയലോ ഡയലോഗ് കിട്ടിയോ? മധുര നമ്പരക്കാറ്റ് പറഞ്ഞ ഒരൊറ്റ ഒരു ഡയലോഗ് ചെറുതായിട്ട് പറഞ്ഞു. അഭിനയിച്ചോ? അതിലൊരു കളയക്കാരന്റെ വേഷം. തിരുമേനി ഒരാളുണ്ട്, അത് നമ്മളെ ഫ്രണ്ടാണ്. അത് പാലക്കാട് ഒരു അമ്പലത്തിലെ ഷൂട്ടിങ് സീരിയലാണ്, മധുര നമ്പരക്കാറ്റ്. അതല്ല ഞാൻ ചോദിച്ചതിന്റെ പൂർത്തീകരിച്ചില്ല. ഒരു ഡയലോഗിൽ ഒരു ക്യാരക്ടർ ചെയ്താൽ കിട്ടിയാൽ ചെയ്യോ? അങ്ങനെ ഒരു പേടിയുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ പേടിയില്ല ആദ്യത്തെ മനുഷ്യനെ പോകുന്നത്. അതായത് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ഒരു ഓർഗാനിക് മാനാണ്, അതായത് ഒരു പച്ച മനുഷ്യൻ, തനി നാടൻ മനുഷ്യൻ. അതെ, മൂപ്പരുടെ അത് നമ്മൾ ആ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അറിയാം, അതിൽ ആ ചിരിനെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിരുന്നു. അതുപോലെ ആ വീഡിയോ ഷൂട്ടിനിടയിൽ ഒരാൾ ചായക്ക് വന്നപ്പോൾ ചായ എടുക്കാന്ന് പറഞ്ഞു. ആ ജോലിയോടുള്ള ആത്മാർത്ഥത. അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ 7 മണിക്ക് അവിടെ എത്തിയിട്ട്, അവിടെ നേരത്തെ എത്തണം, 7 മണിക്ക് ജോലി സ്ഥലത്തേക്ക് എത്തണം. ആലോചിച്ച് നോക്കുക. അപ്പൊ വീട്ടിൽ നിന്ന് 5 മണിക്ക് കൊണ്ടുവരും. അന്ന് ജോലി ലീവ് എടുത്തു പോകും. കാരണം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലാണ്, പൈസ കൊണ്ടിട്ടല്ല, സിനിമയോടൊരു ഭയങ്കര ആത്മാർത്ഥതയാണ്, ആകർഷണം. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഇപ്പോഴും ഞാനും വൈഫും മാത്രം. മക്കള്? ഒരു മകനും ഒരു മകളും. കല്യാണം കഴിച്ചാ? രണ്ടുപേരും കല്യാണം കഴിഞ്ഞു, ഒരു ആൺകുട്ടികളായി. ഇവിടെ നാട്ടിലുണ്ടോ അതോ പുറത്തോ? മകള് പാലോട് പറഞ്ഞ സ്ഥലത്താണ്, കരിങ്ങലത്താണ് പാലോട്, അല്ല കുണ്ടൂർക്കുന്ന്. മകൻ ഇപ്പോൾ അബുദാബിയിലാണ്. അവരൊക്കെ എങ്ങനെ സപ്പോർട്ടാണോ ഇതിനൊക്കെ? സപ്പോർട്ട് അച്ഛന്റെ ഫാദറിന്റെ സിനിമ ഭ്രാന്തിനൊക്കെ സപ്പോർട്ടാണോ? ആദ്യമൊക്കെ അത്ര ഉണ്ടാവില്ല, പിന്നെ ഇങ്ങനെ വിട്ടു. ഇനി വേറെ സംഭവം ചോദിക്കട്ടെ. ഞാനിപ്പോ നമ്മൾ ഈ ഒരു ക്രൗഡ് സീനാന്ന് പറഞ്ഞ് ഒഴിവാക്കും പല ആളുകളും. പക്ഷെ ഈ ക്രൗഡ് സീനിന്റെ പിന്നാലെ നടന്ന് ഇന്ന് മെയിൻ സ്ക്രീനിലെ വലിയ വലിയ താരങ്ങളായ ഒരുപാട് ആളുകളുണ്ട് അല്ലേ? ടോവിനോ, അതേപോലെ തന്നെ ജോജു ജോർജ്, നമ്മളെ നെസ്ലന് അല്ലേ? ഒരുപാട് ആളുകള് ഈ ക്രൗഡ് സീനിൽ അഭിനയിച്ച ആളുകളാണ്. പക്ഷെ അവരൊക്കെ ഒന്ന് മെയിൻ നായകന്മാരായിട്ടാണ് വരുന്നത്. അങ്ങനെ എന്തെങ്കിലും ഈ ഒരു പിന്നെ ഇനി വരുന്ന കാലത്ത് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റിയ നമുക്ക്? അതിനെപ്പറ്റി പറയാം, ഉത്തരം കിട്ടുന്നില്ല. എന്തായാലും ക്രൗഡ് സീന് കിട്ടുകയാണെങ്കിൽ എല്ലാം കൊണ്ടാണ് പോകും. അതോട് വലിയ താല്പര്യമാണ്. ആണല്ലേ? ഇപ്പൊ 19ാം നൂറ്റാണ്ട് പറഞ്ഞ സ്ഥലം പടം ഉണ്ടായിരുന്നു, കൂട്ടിലെ കടവ്. അവിടെ ഒരാഴ്ച ഉണ്ടായിരുന്നു. അതിൽ പോയിട്ടുണ്ട്, പക്ഷെ കാണുന്നില്ല. മുമ്പിലൊക്കെ അങ്ങനെ വന്നു നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു കാശ് തരൂലേ? തരാനുള്ള പൈസ തരും, നമ്മളെ കണ്ടോ ഇല്ലെന്നൊന്നും പ്രശ്നമല്ല. അവര് നമ്മള് എണ്ണ എടുക്കും, അതിന് എണ്ണ എടുക്കും, ആ എണ്ണത്തിനനുസരിച്ച് ഒരു 3 ഗ്ലാസ് എണ്ണ എടുക്കും. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും പിന്നെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ സുബ്രഹ്മണ്യേട്ടന്റെ കഥകള്. അപ്പൊ മൂപ്പരെ ഷോപ്പ് വന്നിട്ട് ഇത് മണ്ണാർക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി കേട്ടോ. ഈ റോഡ് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കാട്ടേക്കാണ് പോവാ. ഈ റോഡ് ഇപ്പോൾ അടിപൊളിയായിട്ട് റബ്ബറൈസ് ഒക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ റോഡിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്ന ആദിരാസ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു ചായക്കട കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പോകുന്ന ആളുകൾ, ഈ വീഡിയോ കാണുന്ന ആളുകൾ, ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇതുവഴി പോകുമ്പോൾ പിന്നെ കടയിലൊന്ന് കയറുക അല്ലേ, ഒരു ചായയൊക്കെ കുടിക്കുക, പറ്റുകയാണെങ്കിൽ ഒരു സെൽഫി ഒക്കെ എടുത്ത് പോവുക. കാരണം ഭാവിയിൽ വലിയ നടനൊക്കെ ആവാനുള്ള ആളാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയട്ടോ, ഇനി ക്യാരക്ടർ എന്തെങ്കിലും റോള് കിട്ടുകയാണെങ്കിലും പേടിയൊന്നും വേണം. നിങ്ങൾക്ക് എന്താ പേടി? കാരണം ക്യാമറ ആളുകളെ കാണുമ്പോൾ പേടിയാവാ? ഒരു ചെറിയൊരു പേടി അല്ലേ? ഇങ്ങനത്തെ സെറ്റപ്പ് അല്ല അവിടെ ഉണ്ടാകുക. പുറത്തെ ആളുകൾ, ക്യാമറ അല്ലേ, അങ്ങനത്തെ പേടിയാണ്. അവിടെ 150 പേരുണ്ടാവും. അതാണ് നിങ്ങളുടെ കുറച്ച് 1-2 ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വൈകിട്ട് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടാവും. കാരണം ഞാൻ വന്ന് ഇപ്പോൾ ഉച്ചക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ എന്തായാലും നിങ്ങളെ ഈ വീഡിയോ കാണുന്ന ആളുകൾ, ഈ പ്രദേശത്തെ ആളുകളൊക്കെ ഇവിടെ വരുന്നു തോന്നുന്നു അല്ലേ? അതാ നല്ല സ്റ്റൈലായിട്ടുള്ള പിന്നെ എണ്ണക്കടി ഉണ്ട്, അതേപോലെ തന്നെ പരിപ്പ് വട, പിന്നെ എന്തായാലും സമൂസ, എല്ലാ സാധനവും ഉണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേന് സാധനങ്ങൾ കൂടി വരും. അല്ല, അത് കട ഓണറാണ്, സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ആളാണ്. എന്റെ പേര് സുബ്രഹ്മണ്യം. 2 സുബ്രഹ്മണ്യന്മാരാണ്. ഒരു മുതലാളി സുബ്രഹ്മണ്യനും ഒരു തൊഴിലാളി. നിങ്ങളെ കൂട്ടുകാരനാണ് അതോ എങ്ങനെ? ബന്ധുവാണ് അല്ലേ? ഓക്കെ. അപ്പൊ അവിടെ ഇങ്ങനെ മൂപ്പരെ സഹായിച്ച് ജോലി ചെയ്ത് ഇങ്ങനെ പോവാണ്. സഹായിക്കുക, അത്രേ ഉള്ളൂ. സിനിമ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും റോള് ഉണ്ടെങ്കിൽ ഏത് മല കടന്ന് നമ്മൾ ഓടിച്ചെല്ലും. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും വീഡിയോ കാണാൻ ഒരു ഹൈ പറഞ്ഞേക്കും. തീർച്ചയായിട്ടും സന്തോഷം. ഓക്കെ. വീണ്ടും വരിക. തീർച്ചയായിട്ടും.